ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത് പരാതിക്കാരി ഹൈക്കോടതിയിൽ കേസിൽ കക്ഷി ചേരാൻ അതിജീവിത അപേക്ഷ നൽകി. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെയാണ് കക്ഷി ചേരാനുള്ള അപേക്ഷ. അഹമ്മദ് മുസ്തഫ ചേർന്ന വിശദാംശങ്ങൾ നൽകാൻ. മുസ്തഫ, ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് അതിജീവിതയുടെ ഈ നീക്കം. എന്തൊക്കെയാണ് ഇവരുടെ അപേക്ഷയിൽ പറയുന്നത്? മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ്? നാളെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ കേസുമായി ബന്ധപ്പെട്ട് മറ്റു നടപടികളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കൂടി കേൾക്കണം, തന്റെ ഭാഗം കൂടി കേൾക്കണം. നിലവിൽ തന്നെ സൈബർ ആക്രമണം നേരിടുന്നു എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അതിജീവിത ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഒരു കക്ഷി ചേരാനുള്ള ആ വിഷയത്തിൽ പ്രത്യേകമായി തന്നെ ഒരു അപേക്ഷയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നിലവിൽ പരിഗണിക്കുന്ന അപേക്ഷയിൽ കക്ഷി ചേരാനുള്ള ഒരു അപേക്ഷ ഹൈക്കോടതി, പ്രത്യേകിച്ച് അതിനകത്തുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ചേരാൻ ഒരു അപേക്ഷ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് പ്രധാനമായി ഉന്നയിക്കുന്ന ഒറ്റ കാര്യം, ഈ വിഷയത്തിൽ ജാമ്യത്തെ എതിർത്തുകൊണ്ട് തനിക്ക് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. പ്രത്യേകിച്ച് സൈബർ ആക്രമണം നിരന്തരം നേരിടുകയാണ്. ഇപ്പോഴും ചില ഭാഗങ്ങളിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഈശ്വറിനെതിരെ തന്നെ ആ രൂപത്തിൽ പരാതിക്കാരി വീണ്ടും കോടതിയെ സമീപിക്കാനും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനും ഒക്കെ മുതിരുന്ന ഒരു സാഹചര്യം കൂടുണ്ട്. ആ രൂപത്തിൽ വിവിധ കോണുകളിൽ നിന്ന്, അത് പാർട്ടി അനുയായികളായിക്കോട്ടെ അല്ലെങ്കിൽ രാഹുൽ തന്നെ കൂട്ടുപിടിച്ചിട്ടുള്ള ചില സൈബർ കേന്ദ്രങ്ങളാവട്ടെ, ആ രൂപത്തിൽ വലിയ സൈബർ ആക്രമണങ്ങൾ തന്നെ അധിക്ഷേപിക്കുന്ന രൂപത്തിൽ അത്തരത്തിലുള്ള ചില പരാതികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. അതൊരു വസ്തുതയാണ് എന്ന രൂപത്തിൽ കോടതിയെ അറിയിക്കുകയും ആ രൂപത്തിൽ ജാമ്യത്തെ എതിർക്കുകയുമാണ് ഇപ്പോൾ പരാതിക്കാരുടെ ലക്ഷ്യം. എന്തായാലും കക്ഷി ചേരാനുള്ള അപേക്ഷ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നു. നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് അതിജീവിതയുടെ നീക്കം. തന്നെ കേസിൽ കക്ഷി ചേർക്കണമെന്നാണ് അപേക്ഷ. സൈബർ ആക്രമണം നേരിടുന്നുണ്ട്, തന്നെ കേൾക്കണമെന്നും അപേക്ഷയിൽ പറയുന്നു. അഹമ്മദ് മുസ്തഫയാണ് വിശദാംശങ്ങൾ നൽകിയത്.